നമ്മുടെ സിനിമാ നടൻ ധർമ്മജന്റെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ന്യൂസുകളിലൊക്കെ വന്നൊരു സംഭവം കൂടിയായിരുന്നു. സോഷ്യൽ മീഡിയ വളരെയധികം ചർച്ച ചെയ്തൊരു കാര്യം കൂടിയായിരുന്നു. അപ്പോൾ ഈ ധർമ്മജന്റെ വിവാഹ വീഡിയോസിനൊക്കെ താഴെ വരുന്ന കമന്റുകൾ എന്ന് പറയുന്നത്, ഇവര് രണ്ടാം വിവാഹമാണോ, എന്ത് കാരണം കൊണ്ടാണ് പിരിഞ്ഞത്. ഞാൻ ജസ്റ്റ് സൈഡിൽ കൊടുക്കുന്നുണ്ട് ചില കമന്റുകളൊക്കെ. എന്ത് കാരണം കൊണ്ടാണ് പിരിഞ്ഞത്, അതുപോലെ തന്നെ ഇവന് പിരാന്താണോ ഇനിയൊരു വിവാഹം കഴിക്കാൻ. ഇങ്ങനെ ആളുകൾ എന്താ പറയാന്നറിയോ, ഒന്നും അറിയാതെ വന്ന് ഓരോന്ന് വിളിച്ച് പറഞ്ഞ് പോവാണ്. ശരിക്കും പറഞ്ഞാൽ എന്താ സംഭവിച്ചത്? ധർമ്മജനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ ഭാര്യ വീണ്ടും വിവാഹിതയാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. വരനാണെങ്കിലോ ധർമ്മജൻ തന്നെ. ചുരുക്കത്തിൽ പറഞ്ഞാൽ അവര് പിരിഞ്ഞിട്ടില്ല, അവര് തന്നെ വീണ്ടും ഒന്ന് വിവാഹം ചെയ്തു. അതിൻ്റെ കാരണം എന്താണെന്ന് ധർമ്മജൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതൊന്നും കാണും കേൾക്കും ചെയ്യാതെ എന്താണോ കണ്ടത്, ധർമ്മജൻ വീണ്ടും ഒരു വിവാഹം കഴിക്കുന്നു, എന്തോ അതിലുണ്ട്. എന്തിനാ അപ്പോൾ അവൻ അങ്ങനെ ഒരു വിവാഹം കഴിക്കുന്നത്? അവൻ എന്തുകൊണ്ടാണ് ആദ്യത്തെ ഭാര്യയെ പിരിഞ്ഞത്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൂട്ടിയിട്ടാണ് ഓരോരുത്തർ കമന്റ് ഇടുന്നത്. അപ്പോൾ ഏതായാലും ആദ്യമായിട്ട് ധർമ്മജൻ പറയുന്ന കാര്യം ഒന്ന് കേട്ടു നോക്കാം. എന്തിനാണ് ധർമ്മജൻ രണ്ടാമതൊരു വിവാഹം ചെയ്തതെന്ന് ജസ്റ്റ് കേട്ടു നോക്കാം. എല്ലാവരും രണ്ടാമത് ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ഭാര്യ വിവാഹിതയാവുന്നു, വരൻ ഞാൻ തന്നെ, പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. എൻ്റെ മക്കളും ഇത് തന്നെ. ഞങ്ങൾ ഒളിച്ചോടി വിവാഹം കഴിച്ചെന്നൊക്കെ പറയുന്നില്ല, ലവ് മാരേജ് ആയിരുന്നല്ലോ. അപ്പോൾ അതൊരു അമ്പലത്തിൽ വെച്ച് താലി കെട്ടി. എനിക്ക് ഭയങ്കര ഇതായിട്ടുള്ള, ഞാൻ സമിതിയിലംഗമായിട്ടുള്ളൊരു അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയെങ്കിലും അതൊരു പ്രോപ്പർ എവിഡൻസ് അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ട് കല്യാണം കഴിക്കണം, എൻ്റെ രേഖ കിട്ടുന്നു, വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് അത് ചെയ്യാൻ തീരുമാനിച്ചത്. 16 വർഷമായി ഞങ്ങൾ കല്യാണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രേഖ ഉണ്ടാക്കുന്നു. അവർക്കും നാളെ ഒരിക്കലും ഒരു രേഖാപരമായിട്ടൊരു പ്രശ്നം ഉണ്ടാകരുത്. ഞാൻ കുറേ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണമല്ലോ, അതിൻ്റെ ഒരു ടെൻഷനായിരുന്നു. ഇവള് പക്ഷേ സാരി കൊടുത്ത് സെറ്റപ്പെട്ടൊക്കെ. അപ്പോൾ കാര്യം മനസ്സിലായില്ലേ? സംഗതി ഇതാണ്. അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് പറയുന്നത്. ഒട്ടുമിക്ക ആളുകൾക്കും അറിയുന്നുണ്ടാകും. ജസ്റ്റ് ഈ കമന്റുകൾ കണ്ടപ്പോൾ ഇതേ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് കരുതി, അതുകൊണ്ട് മാത്രമാണ് ചെയ്യുന്നത്. ഒട്ടുമിക്ക ആളുകൾക്ക് അറിയുന്നുണ്ടാകും ഇത് തന്നെയാണ് കാരണം എന്നുള്ളത്. അതായത് അവര് പ്രണയിച്ചുള്ള വിവാഹമായിരുന്നു. അപ്പൊ അങ്ങനെ എന്തോ ഒരു ഒളിച്ചോടിയോ അങ്ങനെ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഏതൊരു അമ്പലത്തിലേക്ക് വെച്ച് ചെയ്തിട്ടുള്ള ഒരു വിവാഹമാണ്. അപ്പൊ അതിനെന്താ പറയാ, രേഖകളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഭാവിയിലേക്ക് അതൊരു പ്രശ്നമാകാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, ഒന്ന് രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അത് ആദ്യം ഒരു വിവാഹം ചെയ്ത കാലത്ത് എന്താ പറയാ, ആഘോഷമായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് അവിടെ പോയിട്ടൊരു താലികെട്ട്, അതാണ് സംഭവം. അപ്പോൾ ഇപ്പോൾ അവർക്കൊരു ആഗ്രഹം, അതായത് ഒന്നിങ്ങനെ എന്താ പറയാ, നല്ല രീതിയിൽ ഒന്ന് വിവാഹം ചെയ്യണം, അതൊന്ന് എൻജോയ് ചെയ്യണം എന്നുള്ളത്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ അതൊരു രജിസ്റ്റർ ചെയ്യലും മക്കളുടെ ഭാവിയിലേക്ക് ഇനി വിദേശത്തേക്കോ എങ്ങോട്ടെങ്കിലൊക്കെ പോകേണ്ട ഒരു ആവശ്യം വരുമ്പോൾ ഭാവിയിൽ അതൊരു പ്രശ്നമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ധർമ്മജനിത് രണ്ടാമതൊരു വിവാഹം സ്വന്തം ഭാര്യയെ തന്നെ കഴിച്ചിട്ടുള്ളത്. അത് പല വ്യക്തികളും എന്താക്കിയെടുത്തു, ഇവരെന്തിനാണ് പിരിഞ്ഞിരുന്നത്. ചില ആളുകൾ അങ്ങനെയാണ് കേട്ടോ, ഇവർ തമ്മിൽ വീണ്ടും രണ്ടാമത് വിവാഹം കഴിക്കണം, അതായത് എന്തിനോ വേണ്ടി പിരിഞ്ഞിരുന്നു, വീണ്ടും രണ്ടാമത് എന്തൊക്കെയോ എല്ലാം പറഞ്ഞു തീർത്ത് ഒന്നിക്കുകയാണ്. അങ്ങനെ ചിലവർ കരുതുന്നു ആദ്യ ഭാര്യയെ പിരിഞ്ഞു എന്ന് ചിലവർ കരുതുന്നു. സത്യത്തിൽ ഇത് എന്താണ് സംഭവിച്ചത്? ഇവര് പിരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ ജീവിച്ചു പോകുന്നുണ്ട്. ഞാനും പിരിക്കരുത്, പിരിഞ്ഞിട്ടൊന്നുമില്ല. അവരെന്താ പറയാ, അവരുടെ ഒരു ഭാവി ആവശ്യത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് ആ ഒരു കല്യാണം ഒന്ന് രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ്. നേരത്തെ അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഈ കമന്റുകളൊക്കെ ഒന്ന് കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ജസ്റ്റ് ബൈ.